ഇങ്ങനെയുള്ളവന്മാർക്ക് സ്പോട്ടി കൊടുക്കണോ? നീ ആളാരാണെന്ന് പറ. ഈ അവനെ ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ട്, ഒരു പച്ച ഷർട്ടൊക്കെ ഇട്ട. എന്റെ കൂട്ടുകാരെ കയറി പിടിക്കുന്നോടാ വന്നിരിക്കുന്ന ഓരോ കാമപ്രാന്തന്മാര്. ഒരു പച്ച ഷർട്ടൊക്കെ ഇട്ട ചേട്ടന്റെ അടുത്ത് ചുമന്ന ഷർട്ട് ഇട്ടോണ്ട്. സോറി കേട്ടോ, ആള് മാറിപ്പോയി, ഒന്നും പറ്റിയില്ലല്ലോ. ആരാണ് മുട്ടക്കുശി വിട്ടത്? ടീച്ചർ ഇവനാ ടീച്ചറെ? അല്ല ടീച്ചർ, എനിക്ക് ശബ്ദമില്ലാതെ ഇവിടെ അറിഞ്ഞൂടാ ടീച്ചറെ. ടീച്ചറെ മാടത്തിന് ഇവൻ തന്നെ ഇതുവരെ സ്ഥിരം പരിപാടിയാ. സത്യമായിട്ട് ഞാനല്ല ടീച്ചറെ. അവിടെ നിന്നായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. വിടാത്ത കുശുവിന്റെ പേരിൽ അവൻ അപമാനിക്കപ്പെട്ട ദിവസം. വിട്ടിട്ട് മൂച്ചി വിടാത്ത പോലെ ഭാവിച്ച ചങ്കിന്റെ ചന്തിയിൽ ഈയമൊരുക്കി ഒഴിച്ചായിരുന്നു അവനതിന് പ്രതികാരം വീട്ടിയത്. അവിടെ കൊണ്ടും തീർന്നില്ല. അവനെ ഹൈസ്കൂളിൽ മുടിയെപ്പറ്റി പറഞ്ഞ് അപമാനിച്ചെന്ന ടീച്ചറുടെ ബിഗ് അതേ സ്കൂൾ അസംബ്ലി പറിച്ചുകൊണ്ട് അവൻ ഓടി, ഒരു ഭ്രാന്തനെ പോലെ. പക്ഷെ ഇപ്പോൾ പറ്റി, എനിക്ക് തിരിച്ചടിക്കണം. എടോ, ആള് മാറിപ്പോയതാ, സോറി പറഞ്ഞില്ലേ, ഇനി എന്തുവാ? പോരാ, തിരിച്ചടിച്ചിട്ടാ ഞാൻ ഇവിടുന്ന് പോന്നോള്. അത്രയ്ക്കായ? എന്നാ ഞാനൊന്ന് കാണട്ടെ താൻ അടിക്കുന്നത്. ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താടാ കൈ പൊങ്ങുന്നില്ലേ? അടിക്ക് അടിക്ക്. അടിച്ചാ വിവരം അറിയും. അറിയാതെ പറ്റിയതാന്ന് പറഞ്ഞില്ലേ? അവിടെ ഒരിടത്തും തോക്കാത്തവന്റെ പ്രതികാരം ഒരു പെണ്ണിന്റെ അടിക്ക് മുന്നിൽ തോറ്റിരിക്കുന്നു. അതവൻ താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം സോറി, ആള് മാറിപ്പോയി.